നിങ്ങൾ വന്ന അതേ സമുദായത്തിൽ നിന്ന്, നിങ്ങൾ പഠിച്ച അതേ മദ്രസാലയത്തിൽ നിന്ന്, നിങ്ങൾ പഠിച്ചു വളർന്ന അതേ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നിന്ന് വന്ന ആളല്ലേ ഞാനും. അപ്പോൾ നിന്റെ തന്തയാണ് എന്ന് പറയുമ്പോൾ തിരിച്ച് നിന്റെ തന്തയുടെ തന്തയാണ് എന്ന് പറയാൻ എനിക്കും വഴങ്ങും. ഇത് കേട്ടല്ലോ, നിങ്ങൾ വന്ന അതേ സമുദായത്തിൽ, അതേ മദ്രസയിൽ, അതേ ബെഞ്ചിൽ, അതേ ഉസ്താദിൻ്റെ കീഴിൽ പഠിച്ച വന്ന ഒരാളാണ് ഇയാൾ. അപ്പം ഇയാൾ എന്നെ പറയുന്ന വർത്തമാനം കേട്ടോളൂ. 9 മാസവും 10 ദിവസവുമാണ് ഒരു ഗർഭ കാലാവധി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ ഏതാണ്ട് മാക്സിമം അത്രയും എടുക്കും. മിനിമം ചിലപ്പോൾ കുറഞ്ഞ പ്രായത്തിലൊക്കെ ഉണ്ടല്ലോ. പക്ഷെ എന്തായിരുന്നാലും 2.5 വർഷമൊക്കെ എടുക്കുമേ. ശാസ്ത്രമൊക്കെ തോറ്റുപോയ കാലാവധിയാണ് കേട്ടോ. ഒന്ന് വിചാരിക്കല്ലേ, നിങ്ങൾ വിചാരിക്കും ഞാൻ നിങ്ങളുടെ നബിയാണ് പറയുന്നത്. നിങ്ങൾ അങ്ങനെ വിചാരിച്ചാലും കുഴപ്പമില്ല. പക്ഷെ എന്തായിരുന്നാലും 2.5 വർഷമൊക്കെ എടുക്കാന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഒരു കടന്ന കൈയാണ് കേട്ടോ. അത് അറ്റകൈ പ്രയോഗം എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ നിങ്ങൾ ആദ്യം നമ്മുടെ നബിക്ക്, മാനവരിൽ മനോഹരനായ നബിക്ക് ഒരു വാപ്പായെ കൊണ്ടുവന്ന് നിർത്തണം. ഇരിക്കട്ടെ, മുഹമ്മദ് നബിയുടെ പിതാവ് മരിച്ച ശേഷം 2.5 വർഷം കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് നബിയുടെ മാതാവായിട്ടുള്ള ആമിന പ്രസവിക്കുന്നത്. അവിടെ ഇവളായിരുന്നു പ്രസവത്തിന് ഏറ്റെടുക്കാൻ പോയിരുന്നത്. അതും കൂടെ അതിൽ കൂടെ പറയണല്ലോ. ആരിൽ നിന്നാണ് ഗർഭം ധരിച്ചത് എന്ന് ഹലാൽ സയൻസിന് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊക്കെ അറാം പറഞ്ഞ സയൻസുകളല്ലേ വേണ്ട. ഇവൾക്ക് ഹലാൽ സയൻസും അറാം പറഞ്ഞ സയൻസും ഒക്കെ അറിയാം. അപ്പം നമ്മൾ ഹലാൽ സയൻസ് ഒരു ഭാഗം നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ, ഒന്ന് കേൾപ്പിച്ചു കൊടുക്കാം. ഇനി അങ്ങനെയും പറയണ്ട. അപ്പം ജാമിദ ജി അതേ മദ്രസയിൽ ഇരുന്നിട്ട് കേൾക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെ തന്ത ഏതെന്നോ തന്തക്ക് വിളിക്കലോ അല്ല മദ്രസയിൽ പഠിപ്പിക്കുന്നത്. മറിച്ച് അവിടെ ചരിത്രങ്ങളും ഖുർആനുകളും തജ്വീദും അഹ്ലാക്കും ഫിഖും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അവിടെ പഠിപ്പിക്കുന്നത്. നമുക്ക് നേർവഴി കാണിക്കാനാണ് മദ്രസ ഉള്ളത്. മദ്രസയിലെ പഠിപ്പും അങ്ങനെ തന്നെ. ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം, നീ ആ മദ്രസയിൽ പോയിക്കണേ എന്ന് പറയുന്ന മദ്രസൻ്റെ ബാക്കിൽ പോയിട്ട് നീ നിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരായിട്ട് ചെയ്തിരിക്കണമെങ്കിൽ ആ രീതിക്കനുസരിച്ച് പോയിട്ട് വൈകുന്നേരം രാവിലെ പോവും തിരിച്ചു വരും, വൈകുന്നേരം പോവും തിരിച്ചു വരും. നീ മദ്രസയിൽ പോയാലല്ലേ മദ്രസത്തെ കാര്യങ്ങൾ അറിയുള്ളൂ. അതുകൊണ്ടല്ലേ ആരിഫ് ഹുസൈൻ പറഞ്ഞ് നീ ഏറ്റു പറഞ്ഞിട്ട് നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ജാമിദൊക്കെ അറിയാത്തത് കൊണ്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അറിയുന്ന ആൾക്കാർ പറഞ്ഞിട്ടുള്ള നമുക്ക് എന്താ പറയുക, അതിൻ്റെ ഒരു സയൻസ് അങ്ങനെ തന്നെ പറയാം, ഹലാൽ സയൻസ് എന്താണ് ചരിത്രം എന്നുള്ളത് ഇവൾക്കൊന്ന് കേൾപ്പിച്ചു കൊടുക്കാം. നല്ലതുണ്ട് അതിൽ വരുന്നുണ്ട്, യൂട്യൂബിൽ നല്ല കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇവൾക്ക് അത് കേൾക്കാനുള്ള ലൈസൻസ് അള്ളാഹു കൊടുത്തിട്ടില്ല. അതായത് ഇവളുടെ ചെവിയും അവളുടെ ബുദ്ധിയും അള്ളാഹു സീൽ വെച്ചിരിക്കുകയാണ്, അവളുടെ കാഴ്ചയും സീൽ വെച്ചിരിക്കുകയാണ്, നല്ലത് കാണാതിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറയുന്നത്. പോട്ടെ, പാവല്ലേ. അപ്പം എന്നാലും വേണ്ടിയില്ല, അവൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഉള്ള കാര്യങ്ങൾ എടുത്തൊക്കെ പറഞ്ഞു കൊടുക്കാമല്ലോ അല്ലേ. അപ്പം കുറച്ച് വീഡിയോ വലുതായിരിക്കും. എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് ക്ഷമിക്കണം, എന്നാലേ അതൊരു പൂർണ്ണതയിൽ ഏകദേശം എത്തുള്ളൂ. ഏകദേശം എന്ന് പറയുന്നത് ഇനി ഒത്തിരി ഉണ്ട് ചരിത്രങ്ങൾ എടുത്ത് നോക്കിയാൽ. അപ്പം ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്, സഹകരിക്കണം എല്ലാവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മാതാവ് ആമിന ബിന്തു വഹബ് ബിനു അബ്ദു മനാഫ് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 4ാമത്തെ ഉപ്പാപ്പയായ അബ്ദു മനാഫിൽ 2 പേരുടെയും പരമ്പര ഒന്നായി മാറുന്നു. റളിയല്ലാഹു അൻഹു. നബിയുടെ ഉമ്മയുടെ 4ാമത്തെ ഉപ്പയും ഉപ്പയുടെ 4ാമത്തെ ഉപ്പയും ഒന്നാണ്. ഒരേ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ വന്നതാണ്. ഒരു ട്രീ. ഓക്കെ, ഒരു ട്രീ. തീർത്തും വളരെ കുലീനയും ശാലീനയുമായ ഒരു സഹോദരിയായിരുന്നു ആമിന ബിബി റളിയല്ലാഹു അൻഹ. വഫാത്താകുന്നത് AD 577 അവരുടെ ഖബറുള്ളത് ഇപ്പോഴത്തെ ജദ്ദയിൽ നിന്ന് 190 കിലോമീറ്റർ അകലെയുള്ള അബവാഇ എന്ന പ്രദേശത്താണ്. ബീവി ആമിന റളിയല്ലാഹു അൻഹയുടെ മരണരംഗം വല്ലാത്ത ഒരു അത്ഭുതമാണ്. അതുപോലെ അവരുടെ കല്യാണരംഗം ശാലീനയായ ഒരു യുവതിയായതുകൊണ്ട് തന്നെ സഹ്റത്ത് ഖുറൈശികളുടെ കൂട്ടത്തിലുള്ള പുഷ്പം എന്ന പേരിലായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത്. സുപ്രസിദ്ധമായ നറുക്കിടലും അതുപോലെ തന്നെ ബലിയർക്കുന്ന രംഗമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയായ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യും പിടിച്ചുകൊണ്ട് ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബ് കല്യാണാന്വേഷണവുമായി ബന്ധപ്പെട്ട് ആമിന ബീവിയുടെ പിതാവായ വഹബുമായി സുഹരി വംശജർ, ഖുറൈശി ഗോത്രത്തിലെ സുഹരി വംശജരാണ് ബീവി ആമിന റളിയല്ലാഹു അൻഹ, വഹബുമായി സംസാരിക്കുകയാണ്. ആ സംസാരത്തിൽ എല്ലാ നിലക്കും ബോധ്യപ്പെടുകയും ഉപ്പ കല്യാണം കഴിക്കാൻ വേണ്ടി തയ്യാറായി. ഇങ്ങനെ കല്യാണം കഴിച്ച് 3 ദിവസം 3 രാത്രികൾ പെണ്ണിന്റെ വീട്ടിൽ തന്നെ, നമ്മളെ കാസർഗോഡ് കണ്ണൂർ ഭാഗത്തുള്ള പോലെ 3 ദിവസം ഭാര്യയുടെ വീട്ടിൽ തന്നെയാണ് ആര് താമസിക്കുന്നത്, ഭാര്യയും ഭർത്താവും ഒരേ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അതിനുശേഷം ആമിന ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയായി അവരെ മക്കയിലേക്ക് തന്നെ തിരിച്ചു വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ആമിന ബീവിയുടെ അമ്മായി ഉമ്മയുടെ പേര് അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയുമ്മയുടെ പേര് ഫാത്തിമ എന്നാണ്. ആ വലിയുമ്മയുടെ സ്മരണ
നാമകരണാർത്ഥമാണ് മകൾക്ക് പിന്നീട് ഫാത്തിമ എന്ന പേര് വെച്ചത്. അബ്ദുൽ മുത്തലിബിന്റെ അബ്ദുൽ മുത്തലിബിന്റെ ഭാര്യ ആമിന ബീവിയുടെ അമ്മായി ഉമ്മ, അവരുടെ പേര് ഫാത്തിമ എന്നാണ്. അപ്പം അവരുമായി ഇങ്ങനെ കുടുംബത്തിൽ ജീവിച്ചു. അപ്പോഴാണ് ഇവർ കച്ചവടാർത്ഥം സിറിയയിലേക്ക് ഭർത്താവ് യാത്ര ചെയ്യുന്നത്. കുറഞ്ഞ കാലം അവർ ജീവിച്ചിട്ടുള്ളൂ. ആ സമയത്ത് അവർ നേരെ കച്ചവട യാത്രാ മധ്യേ മദീനയിലെ അന്നത്തെ യസ്രിബിൽ എത്തിപ്പെടുകയും ദാറുൻ നാബിഹയിൽ വെച്ച് അസുഖബാധിതനായി മരണപ്പെടുകയും ചെയ്തു. കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസത്തിനിടയിൽ? ഏകദേശം ഒരു 2-3 മാസം മാത്രമേ ആയിട്ടുള്ളൂ ജീവിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഗർഭിണിയായ വേളയിലാണ് സാധാരണ അവർ കുറേശ്ശിന്റെ ആളുകൾ അവർ കച്ചവടാർത്ഥം യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത സമയത്ത് അവർ തിരിച്ചു വരുന്ന വേളയിൽ മരണപ്പെട്ടു, അല്ലെങ്കിൽ പോകുന്ന വേളയിൽ മരണപ്പെട്ടു. ഈ മരണവാർത്ത ഏറെ വൈകിയാണ്. ഇന്നത്തെ പോലെ കമ്മ്യൂണിക്കേഷന്റെ സൗകര്യങ്ങളൊന്നുമില്ല. അപ്പം വൈകിയാണ് അറിയുന്നത്. അങ്ങനെ അറിഞ്ഞപ്പോൾ സാഹിത്യകാരിയായിരുന്നു ആമിന ബീവി റളിയല്ലാഹു അൻഹ. കേവലം ഒരു പെണ്ണ് മാത്രമല്ല, നല്ല വിവരവും വിദ്യാഭ്യാസവും തന്റേടവും മാത്രമല്ല കവിതകൾ രചിക്കുന്ന ഒരു മഹതിയായിരുന്നു. അതെവിടെയും കേട്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കാത്ത ഒരു കവയത്രിയായിരുന്നു മഹദി. ഉണ്ട്. അപ്പൊ ഈ മരണവാർത്ത അറിഞ്ഞ ഉടനെ സ്വന്തം ഭർത്താവിന്റെ മർഫിയത്ത് അല്ലെങ്കിൽ അവരുടെ സ്മരണ പാടിക്കൊണ്ട് അവർ പറഞ്ഞു എന്ന് തുടങ്ങുന്ന നീണ്ട കവിത. അപ്പൊ നമ്മളെ അന്വേഷിക്കുന്നവർ പഠിക്കട്ടെ. അപ്പൊ ചുരുക്കത്തിൽ അവരെ കുറിച്ച് അനുസ്മരിച്ചുകൊണ്ട് ഒരു അനുസ്മരണ ഗാനം അല്ലെങ്കിൽ കവിത തയ്യാറാക്കിയതായി നമുക്ക് കാണാം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നീട് ആമിന ബീവി റളിയല്ലാഹു അൻഹ അനാഥനായി പിതാവില്ലാത്ത ഈ മകനെ വളർത്തുകയും പ്രസവിച്ചപ്പോൾ വലിയുപ്പ ഏറ്റെടുക്കുകയൊക്കെ ചെയ്ത രംഗങ്ങൾക്ക് എല്ലാവരും സംസാരിക്കുന്നതാണല്ലോ. അങ്ങനെ ഈ കുട്ടി വളർന്നു. 6 വയസ്സായി എട്ടും പൊട്ടും തിരിയാനുള്ള സമയത്ത് മാതാവ് തീരുമാനിക്കുകയാണ്, ഈ കുട്ടിക്ക് ബാപ്പ ആരാണെന്ന് ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കണം, അതെന്റെ ബാധ്യതയാണ്. അങ്ങനെ അമ്മാവന്മാരെ കാണുവാനും സ്വന്തം കുടുംബത്തിലെ അമ്മാവന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാനും ദാറുൻ നാബിഹയിലേക്ക് അഥവാ യസ്രിബിലേക്ക് അവർ യാത്ര നടത്തുകയാണ്. ഉമ്മയുടെ കുടുംബങ്ങളിൽപ്പെട്ട ചിലർ അവിടെയുണ്ട്. സുഹരി മദീനയിൽ ചിലർ അവിടെ താമസിക്കുന്നുണ്ട്, വഴിമധ്യേ ചിലർ താമസിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരൊക്കെ പരിചയപ്പെടുത്തി മദീനയിലെ ചില കുളങ്ങളിൽ ചെന്നപ്പോൾ അവിടെ നീന്തം പഠിക്കാൻ വേണ്ടി ബീവി ആമിന റളിയല്ലാഹു അൻഹ മകനെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് ചെയ്ത് ഒക്കെ കഴിഞ്ഞ് പിതാവിനോട് അസ്സലാമു അലൈക യാ അബി എന്ന് പറഞ്ഞ് സലാം പറഞ്ഞുകൊണ്ട് തിരിച്ചു വരികയാണ്. മക്കയിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയിൽ ഇടയ്ക്ക് കുറച്ചിങ്ങനെ പോകുന്നപ്പോൾ കൂടെ ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹയുണ്ട്, അതുപോലെ തന്നെ ആമിന ബീവി റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 6 വയസ്സായ കുട്ടി. ഇവരിങ്ങനെ വരുന്ന സമയത്ത് ഇവരുടെ പരിചാരികയാണ്, അവരുടെ വീട്ടിലെ പരിചാരികയായിരുന്നു. അത് പിതാവിന്റെ മരണത്തോടു കൂടെ അനന്തരം ലഭിച്ച ഒരു പരിചാരിക കൂടിയായിരുന്നു. അങ്ങനെ അവർ നടന്നു വരുന്ന വഴിയിൽ പെട്ടെന്ന് പൊടിക്കാറ്റ് വീശി. പൊടിക്കാറ്റിൽ മണലുകളും മറ്റുമൊക്കെ കണ്ണിലേക്ക് വന്ന ബീവി ആമിന റളിയല്ലാഹു അൻഹ അസുഖബാധിതയായി വഴിയിൽ അബവാ എന്ന ദേശത്തെത്തിയപ്പോൾ വളരെ പെട്ടെന്ന് മരണത്തിലേക്ക് പോവുകയാണ്. മരിക്കുകയാണെന്ന് ഉറപ്പു വന്നപ്പോൾ നേരത്തെ നാം സൂചിപ്പിച്ച പോലെ സാഹിത്യകാരിയായിരുന്ന അവർ ആ എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് ബാറകല്ലാഹു ഫീക മിൻ ഗുലാമി യബ്നല്ലദീ മിൻ ഹൗമത്തിൽ ഗമാമി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദീർഘമായ കവിതയുണ്ട്. സങ്കടത്തോടെ അത് പാട്ട് പാടിയിട്ട് പറയാണ്, ഇൻ സഹമ അബ്സറതു ഫിൽ മനാമി, ഞാൻ സ്വപ്നത്തിൽ കണ്ടത് ശരിയാണെങ്കിൽ, നിന്നെ ഗർഭം ധരിച്ചപ്പോൾ ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്, അതൊക്കെ ശരിയാണെങ്കിൽ ഫഅൻത മബ്ഊസുൻ ഇലൽ അനാമി, നീ തീർച്ചയായും നിന്റെ ആളുകളിലേക്ക് നിയോഗിക്കപ്പെടുന്ന ഒരു പ്രവാചകൻ തന്നെ ആയിരിക്കും. എങ്ങനെ? ദീന അബീകൽ ബർരി അബ്രഹാമി, നിന്റെ പിതാവായ ഗുണം ചെയ്യുന്ന ഇബ്രാഹിമിന്റെ മതം തന്നെ നീ തീർച്ചയായും പ്രചരിപ്പിക്കുമെന്ന് സ്വന്തം മാതാവ് ആ മകനോട് പറഞ്ഞ രംഗം ചരിത്രത്തിൽ വളരെ ശ്രദ്ധയോടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അപ്പൊ തന്നെ ആമിന ബീവിക്ക് അറിയായിരുന്നു ഇബ്രാഹിം നബിയുടെ മതത്തിൽ വരുമെന്ന്. ഓരോ മാസത്തിലും പല പല പ്രവാചകന്മാരെയും സ്വപ്നം കാണുന്നുണ്ട്, മാലാഖമാരെ സ്വപ്നം കാണുന്നുണ്ട്, ഗർഭം ധരിച്ചപ്പോൾ തന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നുണ്ട്. ഇങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലൂടെയൊക്കെ ബീവി ആമിന റളിയല്ലാഹു അൻഹ ഇത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ മരിക്കാൻ പോവുകയാണെന്ന് കണ്ടപ്പോൾ മകന്റെ തലയിൽ കൈവച്ചുകൊണ്ട് കൊടുക്കുന്ന ഉപദേശമാണിത്. ഇതിന് ഒരു 5 ഉപദേശം അവിടുന്ന് കൊടുക്കാം, ഒരു 5 വസിയത്തുകൾ നമുക്ക് പറയാം. കുല്ലു ഹയ്യിൻ മയ്യിത്തുൻ, എല്ലാ ജീവിച്ചിരിക്കുന്ന വസ്തുക്കളും മരണപ്പെടുന്നതാണ്. വകുല്ലു ജദീദിൻ ബാൽ, എല്ലാ പുതിയ കാര്യങ്ങളും നശിക്കുന്നതാണ്. വകുല്ലു കബീരിൻ യഫ്ന, എല്ലാ വലുതായ കാര്യങ്ങളും അത് മെല്ലെ മെല്ലെ ദ്രവിച്ച് നശിച്ചു പോകും. വഅന മയ്യിതതുൻ, ഞാൻ മരിക്കാൻ പോവുകയാണ്. എന്റെ സ്മരണകൾ അത് നിന്നിലൂടെ ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. മാത്രമല്ല വഖദ് തറക്തു ഖൈറാ, ഞാൻ ഈ ലോകത്തെ ഏറ്റവും നല്ല വസ്തുവിനെയാണ് ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. വവലത്തു തുഹ്റാ, ഞാൻ പ്രസവിച്ചത് ഏറ്റവും ശുദ്ധമായ വസ്തുവിനെയാണ്, അല്ലെങ്കിൽ ശുദ്ധവാനായ ഒരാളെയാണെന്ന് മഹദി ആമിന ബീവി റളിയല്ലാഹു അൻഹ ഈ 5 കാര്യങ്ങൾ അവസാനമായി പറഞ്ഞതാണ്. വവലത്തു തുഹ്റാ, ആ വാക്ക് പറഞ്ഞുകൊണ്ട് ബീവി ആമിന റളിയല്ലാഹു അൻഹ കണ്ണടക്കുകയാണ്. അതൊരു വല്ലാത്തരംഗം. പിന്നീട് ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂടി ഖബറൊരുക്കി, അബവായിൽ തന്നെ ഖബറൊരുക്കി അവിടെ അടയാളം വെച്ചുകൊണ്ട് തിരിച്ചു പോവുകയാണ്. അവിടെ ഗനീമത്ത് എന്തുണ്ട്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഉപ്പയിലൂടെ ലഭിച്ച സ്വത്തിനെ കുറിച്ചൊക്കെ 6 വയസ്സായ കുഞ്ഞിന് ശരിക്കും ബോധ്യപ്പെടുത്തി കൊടുത്തിരുന്നു ബീവി ആമിന റളിയല്ലാഹു അൻഹ. സ്വത്തുക്കളൊക്കെ മദീനയിൽ ഉള്ളത് 5 ഒട്ടകങ്ങളും ഉമ്മു ഐമൻ ബീവിയെയുമാണ് ഉപ്പയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനന്തരാവകാശമായി ലഭിച്ചത്. ആ കാര്യങ്ങളൊക്കെ തെളിവുപെടുത്തി കൊടുത്തിരുന്നു 6 വയസ്സായ ഈ കുഞ്ഞിന് ബീവി. ഇവിടെ എവിടെ മുത്തുമണികളെ 2.5 വർഷം, ഇവിടെ എവിടെ മുത്തുമണികളെ 2.5 വർഷം പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലിനെ പ്രസവിക്കാൻ?
എന്തിനാണ് ഇവളൊക്കെ പച്ച നോണ പറഞ്ഞിട്ട് ലൈക്കും ഷെയറും മേടിച്ചിട്ട് പൈസ കിട്ടി ആ പൈസ വാരി കൂട്ടിയിട്ട് ജീവിക്കാൻ നോക്കുന്നത്? എന്തിനാണ്? ഒരു അര വയറ് നിറക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഷീറ്റിട്ട വീട് ഓടിടാൻ വേണ്ടിയിട്ടോ? എന്ത് ആവശ്യത്തിനാണ് ഇങ്ങനെ പച്ചക്കള്ളം? ഞാൻ അതേ മദ്രസയിൽ, നിങ്ങൾ പോയി അതേ മദ്രസയിൽ അതേ ബെഞ്ചിൽ അതേ ഉസ്താദിൻ്റെ കീഴിലിരുന്ന് പഠിച്ചവളാണ് എന്നാണ് പറയുന്നത്. ഇവളെ അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ 1-ാം ക്ലാസ് 2-ാം ക്ലാസ് മുതൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരും അവരുടെ മാതാപിതാക്കളുടെ പേരും നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ അവരുടെ ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്നുണ്ട്. അങ്ങനത്തെ നീയാണോടി ഇങ്ങനെയുള്ള ഒരു കള്ളക്കഥ പ്രചരിപ്പിച്ചിട്ട് മറ്റുള്ളവരുടെ കയ്യടി വാങ്ങാൻ നടക്കുന്നത്? നീയൊക്കെ എങ്ങനെയടി നിൻ്റെയൊക്കെ അവസാനം ഉണ്ടാവുമെന്ന് ആർക്കറിയാം? അള്ളാഹു മാത്രം അറിയുള്ള കാര്യം. എന്തായാലും എത്രയും പെട്ടെന്ന് പൊറുക്കലിനെ തേടി തൗബ ചെയ്ത് മടങ്ങാൻ നോക്ക്. പെണ്ണാണ് നീ, നിനക്ക് ഇനി മക്കളുണ്ട്, അതുപോലെയുള്ള ജീവിതങ്ങൾ ബാക്കി കിടക്കുന്നുണ്ട്. കാലങ്ങൾ കഴിഞ്ഞു, ഒരുപാടൊന്നുമില്ല കേട്ടോ. 10 ആൾക്ക് നല്ല ഉപദേശം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നാവ് കൊണ്ട് മിണ്ടാതിരിക്കുക. ഇസ്ലാമിനെ പറ്റി ഈ രീതിയിലൊന്നും പ്രചരിപ്പിക്കല്ലേ. നിനക്കറിയില്ലെങ്കിൽ അറിയാത്ത രീതിയിൽ നിൽക്കുക. വേറെ എന്തെല്ലാം കണ്ടൻ്റ് ഉണ്ട് പറയാൻ. അപ്പോൾ ഇത് മാത്രം പറഞ്ഞിട്ട് നിൻ്റെ വയറ് നിറയ്ക്കാൻ ശ്രമിക്കല്ലേ, അത് റോങ് ആയിട്ട് കൊടുത്തിട്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മളെ സാബി ഇൻസ്പയർ അവരുടെ വീഡിയോ ആണിത്. അപ്പം നല്ല 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 കണ്ടൻറ്റാണ്. ഇസ്ലാമികപരമായിട്ട് നമുക്ക് നല്ല ഉപദേശങ്ങളും നല്ല ചരിത്രങ്ങളും അതുപോലെ ഒരുപാട് നമുക്ക് എന്താ പറയുക മോട്ടീവായിട്ടുള്ള കാര്യങ്ങളും അത് ഇസ്ലാമികപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവരുടെ ചാനലിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടൻറ്റ് എടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ അറിയാത്ത ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വീഡിയോസ് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ബാക്കിയുള്ള വീഡിയോ ഞാൻ അങ്ങനെ പറയാറില്ല, പക്ഷേ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, വേറൊരു വീഡിയോസുമായി ഞാൻ വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.